വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള പ്രഥമനാണ്. പ്രഥമന് വേണ്ടി 200 ഗ്രാം വെളുത്ത അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടയൊന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. 2 തേങ്ങ, 1.5 കപ്പ് ഒന്നാം പാല്, 4 കപ്പ് രണ്ടാം പാല്, 2 കപ്പ് മൂന്നാം പാല്, ഏലക്ക, ചുക്ക്, 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 30 ഗ്രാം ഉണക്കമുന്തിരി, 50 ഗ്രാം കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ ചൗരി, ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, 350 ഗ്രാം ശർക്കര. ഇനിയും നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം വെക്കാം. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് അട നന്നായിട്ട് വേവിച്ചെടുക്കണം. ശർക്കരപ്പാനിക്ക് അകത്തിട്ടാൽ പിന്നെ അട നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. ഇനി അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അട ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് കോരി എടുത്ത ഉടനെ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിക്കണം. ഇനിയും ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കറുപ്പ് നിറത്തിലുള്ള ശർക്കരയാണ് പ്രഥമൻ വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റാം. ഇനി ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്ത് കോരാം. ഇനി ഇതേ നെയ്യിലോട്ട് തന്നെ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ചേർത്ത് ഇളക്കാം. ശർക്കരപ്പാനി തിളച്ച് വരുമ്പോൾ നേരത്തെ വേവിച്ചെടുത്ത അട ചേർത്ത് കൊടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അട നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇങ്ങനെ ശർക്കരപ്പാനിയിൽ അട നല്ലതായിട്ട് വരട്ടിയെടുക്കുമ്പോഴാണ് പ്രഥമന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ശർക്കരപ്പാനി എല്ലാം വറ്റി അട അതിൽ കിടന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൂന്നാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്ത ചൗരി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയും പായസം കുറുകി വരുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ പായസം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഏലക്കായും ചുക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് 1 പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനിയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് പായസം തിളച്ച് വരുന്നതിന് മുൻപ് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.